ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസ് ഒരു കളി ജയിച്ചപ്പോൾ 3 ടീമുകളാണ് IPL പ്ലേ ഓഫിലേക്ക് എത്തിയത്. എത്താല്ലേ, കണക്കിന്റെ ഓരോ കളികളെന്നല്ല, വേറെ എന്തോ പറയാനാണ്. 18 പോയിന്റോടുകൂടി ഗുജറാത്ത് ടൈറ്റൻസ് 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 17 പോയിന്റ്, 3ാം സ്ഥാനത്ത് 17 പോയിന്റോടുകൂടി തന്നെ പഞ്ചാബ് കിങ്സ്. ഇനി ഒരേ ഒരു സ്പോട്ട് മാത്രമേ ഒഴിവുള്ളൂ. അതിലേക്ക് 3 ടീമുകളാണുള്ളത്: മുംബൈ ഇന്ത്യൻസ്, ലക്നൗ സൂപ്പർ ജയൻസ് ആൻഡ് ഡൽഹി ക്യാപിറ്റൽസ്. അതിൽ 21 നടക്കുന്ന മത്സരമുണ്ട് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ. ആ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ജയിക്കുകയാണെങ്കിൽ അവർ സ്ഥാനം ഉറപ്പിച്ചു. പിന്നീടുള്ള മത്സരങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. ഡൽഹിയാണ് ജയിക്കുന്നതെങ്കിൽ അവർക്ക് ഒരു കളിയും കൂടി ഉണ്ട്, അതും കൂടി ജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം. ലക്നൗ സൂപ്പർ ജയൻസിന് 3 കളി ബാക്കിയുണ്ട്, പക്ഷേ വലിയ പ്രതീക്ഷയൊന്നും പേഴ്സണലി എനിക്ക് ആ ടീമിലില്ല. ഋഷഭ് പന്തിന് കൊടുത്ത് 27 കോടി അതിൻ്റെ മുതലാളിക്ക് പോയി എന്നല്ലാതെ വേറെന്തോ പറയാനാ. അതിന്റെ മുതലാളിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു. കഴിഞ്ഞ വർഷം രാഹുൽ ക്യാപ്റ്റനായപ്പം നമ്മൾ കണ്ടതാണ് ലൈവായിട്ട്. കളി കഴിഞ്ഞ് ഡഗൗട്ടിലേക്ക് വരുമ്പോൾ രാഹുലിനെ ചീത്ത വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ രാഹുൽ ഡൽഹിയിൽ പോയി അദ്ദേഹം ഇന്നിഫോമിലായി. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, സെഞ്ചുറിയൊക്കെ അടിച്ച് സെറ്റപ്പാണ്. അപ്പോൾ ലക്നൗ സൂപ്പർ ജയൻസിൽ നമ്മൾ വലിയ പ്രതീക്ഷ അർപ്പിക്കേണ്ട. 4ാമതായിട്ട് പ്ലേ ഓഫിൽ എത്താൻ പോകുന്നത് മുംബൈയോ ഡൽഹിയോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യൂ.